ദൈവത്തിൻ്റെ നന്മേറി തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇപ്രകാരം വിളിച്ചു പറയുകയാണ്: നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകത്തില്ല. യഹോവ നിനക്ക് നിത്യപ്രകാശമായും നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളായിരിക്കുന്നത് ഒരു ദിവസത്തിൻ്റെ അസ്തമയത്തിൻ്റെ തൊട്ടു മുൻപിലാണ്. ഈ അസ്തമയത്തിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പകലത്തെ ഭാരം മുഴുവനും അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നിന്ന് ഒന്ന് ഒഴിച്ചു വയ്ക്കുവാനായിട്ട്, ഒന്ന് വിശ്രമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ചില വ്യക്തികൾ ഇന്നത്തെ ഭാരം മുഴുവനും അല്ലെങ്കിൽ ഇന്നത്തെ പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഒരു നല്ല പൊൻപുലരി ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടെ വിശ്രമിക്കുവാനായി കടന്നു വരുന്നവരുണ്ട്. എന്നാൽ ഒരു ചിലർ ഹല്ലേലൂയ തങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നത്തെ ദിവസവും അവർക്ക് ദുഃഖമായിരുന്നു, അടുത്ത ദിനങ്ങളിലും അവർക്ക് ദുഃഖമായിരിക്കുമോ എന്ന ആശങ്കയോടുകൂടി കടന്നു വരുന്ന ഒരു ചില പ്രിയപ്പെട്ടവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് പകൽക്കാലം നിങ്ങളോടാണ് പറയാനുള്ളത്. ഇവിടെ ഓർമ്മപ്പെടുത്തിയ തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോകണമെങ്കിൽ ഇവിടെ ഒരു വാക്കതിന് തൊട്ടു മുൻപ് പറഞ്ഞിട്ടുണ്ട്: നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല. അസ്തമിക്കാത്തൊരു സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടായാൽ ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തെ ദുഃഖം തീർന്നു പോകും എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അകത്തുകൂടെ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആരാണ് ഈ സൂര്യൻ, അല്ലെങ്കിൽ ഈ സൂര്യൻ എങ്ങനെയാണ് ഉദിക്കുന്നത് എന്നൊരു ചിന്ത തോന്നുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത് നസ്രയനായ യേശുവിനെ പറ്റിയാണ്. യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവൻ, ഹല്ലേലൂയ, ആ സൂര്യൻ, ആമേൻ, ആ സൂര്യൻ്റെ ഉദയം ഒരു കാലഘട്ടങ്ങളിൽ ബൈബിളിൻ്റെ അകത്ത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും രണ്ടായിട്ട് വേർതിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവം ഭൂമിയിലേക്ക് മനുഷ്യരോട് ഇടപെടാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ അകത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന അല്ലെങ്കിൽ പ്രത്യക്ഷനായ ഒരു നസ്രയനായ യേശു. സർപ്പത്തിൻ്റെ തല, സർപ്പം എന്നുള്ളതിനെ അധികം വിവരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നന്മ തരാത്തതിനെയൊക്കെ സർപ്പമെന്നോ അല്ലെങ്കിൽ പിശാചെന്നോ അല്ലെങ്കിൽ നന്മ തരാതെ ദുഃഖം ജനിപ്പിക്കുന്ന മേഖലകളെയൊക്കെ ആമേൻ ഹല്ലേലൂയ ഇരുണ്ട യുഗമെന്നോ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ കാരണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കട്ടെ. ആ കാലഘട്ടങ്ങളിൽ ദൈവശബ്ദം കേൾക്കാനില്ലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ജനനത്തോടുകൂടെ ആമേൻ ഹല്ലേലൂയ ആ ജനനത്തിങ്കൽ തന്നെ ആമേൻ ആട്ടിടയന്മാർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അവിടെ പറയുന്നൊരു പദമുണ്ട്: സകല ജനത്തിനും അവരുടെ ഇടയിൽ ഉണ്ടാകുവാനുള്ള സന്തോഷം ദാണ്ടേ ഹല്ലേലൂയ ഒരു സ്ഥലത്ത് ജനിച്ചിരിക്കുക എന്ന് പറഞ്ഞ് വിദ്വാൻമാർ കാണാനെത്തുന്ന ആട്ടിടയന്മാർ കാഴ്ച കൊണ്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ആ ആഘോഷം ഒരു യേശുവിൻ്റെ ജനനം മാത്രമായിരുന്നില്ല, അത് ഒരു സൂര്യോദയമായിരുന്നു. പ്രിയമുള്ളവരെ, എവിടെ നിന്ന് ദൈവശബ്ദം കേൾക്കാതെ ദൈവത്തിൻ്റെ അകത്തു നിന്നുള്ളൊരു നന്മ പ്രാപിക്കാതെ ആമേൻ ഹല്ലേലൂയ പ്രയാസത്തിൻ്റെ അകത്തായിരുന്ന ഒരു ജനതയുടെ മേലുള്ള ഒരു സൂര്യോദയമായിരുന്നു. ഇന്ന് കർത്താവായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവമെന്ന് വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് ആ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു സൂര്യോദയം ഉണ്ടായിരിക്കുകയാണ്. ഒരു അർത്ഥവത്തായ ജീവിതത്തിൻ്റെ അകത്തു നിന്ന് അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രത്യാശയുടെ ഒരു പൊൻപുലരി നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്താണ് യേശുവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത? യേശുവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത, എൻ്റെ അകത്തളങ്ങളിൽ എനിക്കില്ലാത്തതൊന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ലഭിക്കപ്പെടുമെന്നുള്ള ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, അല്ലെങ്കിൽ ദൈവത്തിൽ അർപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോരുത്തരും ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ആമേൻ, അല്ലെങ്കിൽ ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത്
സൂര്യനായിട്ടുണ്ടെങ്കിൽ, ആമേൻ, ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞ പദം ഞാനൊന്ന് എടുത്തു പറയുക. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖകാലം അതോടുകൂടി പര്യവസാനിക്കുക. എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? ദുഃഖമാർക്കാണ്? എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒരു സമ്പത്തോ അല്ലെങ്കിൽ എൻ്റെ ജീവിതമോ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നവർക്കാണ് നിത്യമായിട്ടുള്ള ദുഃഖം. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തു ചെയ്യുന്നൊരു പ്രത്യേകത ഉണ്ട്. നമ്മളുടെ ജീവിതത്തിനകത്ത് എത്ര വലിയ നഷ്ടം വന്നാലും അവൻ ആ നഷ്ടത്തെ നികത്തി തരുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു ദൈവമാണ്. എത്ര തകർന്നു പോയതായിക്കൊള്ളട്ടെ, എത്ര മോശപ്പെട്ടതായിക്കൊള്ളട്ടെ, എത്രത്തോളം ഇനി ഒരിക്കലും അതിനെ തിരിച്ച് പഴയതുപോലെ ആക്കാൻ കഴിയത്തില്ല എന്ന് എന്തുമാത്രം ഉറപ്പുള്ളതായാലും അതിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ ശരിയാക്കി തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് നസറേനായ യേശു. ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു പക്ഷെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരു വ്യക്തിയായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അകത്ത് കാണുന്ന ഒരു പാപിനിയായ സ്ത്രീ. ആ വ്യക്തിയുടെ ജീവിതത്തിനകത്തുണ്ടായ അവസ്ഥ, അവളുടെ തൊട്ടു മുമ്പിൽ മരണമാണ് പ്രത്യക്ഷപ്പെട്ടു നിന്നത്. 38 വർഷമായിട്ട് കുളത്തിൻ്റെ കരയിൽ കിടന്ന, ബെഥേസ്ത കുളത്തിൻ്റെ കരയിൽ കിടന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിനകത്തും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി. അസ്തമയം മാത്രമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കൈമുതൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അസ്തമനം മാത്രം വെളിപ്പെട്ടു നിന്നപ്പോൾ, അവരുടെ മുൻപിലേക്ക് കർത്താവായ യേശു വെളിപ്പെട്ടപ്പോൾ, ആ അർത്ഥശൂന്യമായ അല്ലെങ്കിൽ അസ്തമിക്കാറായ ആ ജീവിതത്തിൻ്റെ അകത്ത് ഒരു പൊൻപുലരി പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. യേശു ആ പാപിനിയായ സ്ത്രീയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഏറ്റവും അവസാന ഭാഗത്ത് ആ സ്ത്രീയും യേശുവും മാത്രമായി നിൽക്കുമ്പോൾ യേശു അവളോട് ചോദിക്കുക, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലായോ? ആ സ്ത്രീ ഉടനെ പറഞ്ഞു, ഇല്ല. യേശു കർത്താവിൻ്റെ വാക്ക്, എങ്കിൽ ഞാനും ഇനി നിന്നെ കുറ്റം വിധിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ആ കുളക്കരയിൽ കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, 38 വർഷമായി തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എഴുന്നേറ്റ് നടന്നിട്ട്, ആമേൻ, ഏതോ ഒരു ദിവസം ഒരു പക്ഷെങ്കിലൊന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ വിശ്രമിക്കുവാനായി കടന്ന മനുഷ്യനായിരിക്കാം. ആ മനുഷ്യൻ പൂർണ്ണ തളർവാദ രോഗിയായിട്ട് തൻ്റെ ജീവിതത്തിനകത്തെ നല്ല പകലുകൾ അസ്തമിച്ചു പോയി. എന്നാൽ നീണ്ട 38 വർഷമായപ്പോൾ യേശു ആ വ്യക്തിയുടെ മുൻപിലേക്ക് കടന്നു വന്നിട്ട് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, കിടക്കയെടുത്ത് നടക്കുക. ആ രോഗി യേശുവിനോട് തിരിച്ചു പലതും പറയുന്നുണ്ട്. പക്ഷെ യേശു കർത്താവിന് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കേൾക്കേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞ പദം, കിടക്കയെടുത്ത് ഇപ്പോൾ തന്നെ നടക്കുക. ഈ നടക്കുന്ന സന്ദർഭത്തിൽ നോക്കുക, ഒരു പുതിയ പ്രഭാതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം പറഞ്ഞതുപോലെ നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോവുകയും നിങ്ങളുടെ സൂര്യൻ അസ്തമിക്കാതെ നിത്യമായ ഒരു ഉദയസൂര്യനായിട്ട്, ആമേൻ, ഹല്ലേലൂയ, യേശു കർത്താവ് ഉള്ളപ്പോൾ അസ്തമിക്കാത്ത ആ സൂര്യനെ വിശ്വസിച്ച് ആ സൂര്യനെ ഏറ്റെടുക്കുന്നവരുടെ മുമ്പിൽ ആ സൂര്യൻ അസാധാരണമായിട്ടുള്ള സന്തോഷത്തെ വെളിപ്പെടുത്തുവാനിടയെ തരും. നഷ്ടപ്പെട്ട പ്രതീക്ഷ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുവാൻ യേശു നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയാണ്. ഒരു സൂര്യനാണ് യേശു, അവനൊരു വഴിയുമാണ്. അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് വിശ്വസിച്ച് യേശുവിനോട് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നീ ആയിരിക്കുന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, നാളെ നിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത്, ആമേൻ, ഒരു നല്ല പൊൻപുലരി ഉണ്ടാകുവാനിടയായി തീരും. ഇന്ന് ഈ അസ്തമയ സമയത്ത് വീട്ടിലേക്ക് വന്ന് വിശ്രമിക്കുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, നാളത്തെ ഒരു നല്ല പൊൻപുലരി കാണാമെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ വിശ്വസിച്ച് കിടക്കുന്നതിൽ പലരും എഴുന്നേൽക്കാതെയും പലരും കിടക്കുമ്പോൾ തന്നെയും അല്ലാതെ ഇടയ്ക്ക് വെച്ചും നാളത്തെ പ്രഭാതം കാണാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ആമേൻ, അപ്രകാരമുള്ളൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല. അവൻ എപ്പോഴാണോ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്, ഒരു വ്യക്തി എപ്പോഴാണോ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്, രക്ഷകനായി സ്വീകരിക്കുന്നത്, അന്ന് മുതൽ അവരൊരു നല്ല പ്രഭാതത്തിലേക്ക്, അവസാനമില്ലാത്തൊരു രാജ്യത്തിലേക്ക് കടന്നിരിക്കുക. അങ്ങനെ നിത്യമായൊരു സന്തോഷം പ്രാപിക്കേണ്ടതിന് കർത്താവ് യേശുവിൻ്റെ കരം നിങ്ങളുടെ കൂടെ വെളിപ്പെടട്ടെ എന്ന്
ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോകേണ്ടതിന് ഉദയസൂര്യനായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം അവനെ ഒന്ന് സ്വീകരിക്കുക. നിങ്ങളുടെ ദുഃഖം അത് സന്തോഷമായി മാറുവാൻ ഇടയായിത്തീരും. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.